ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ ബിനു വാഴമുട്ടത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏകദേശം ഒരു 10 തവണയെങ്കിലും ഇതേപോലെ വീഡിയോ പറഞ്ഞെടുത്തു. പക്ഷേ 10 തവണയും എനിക്ക് ആൾ വരുന്നതനുസരിച്ച് എൻ്റെ വർക്കിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് എനിക്ക് ആ വീഡിയോ പകുതി വെച്ച് കട്ട് ചെയ്ത് ക്യാൻസലാക്കി വിടേണ്ടതായിട്ട് വന്നു. അതായത് ഒരു സമയം ഒരു മനുഷ്യന് ഒരു പ്രവൃത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ദൈവം ഒരു മനുഷ്യനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച ആ ഒരു പ്രവൃത്തി മാത്രമേ നടത്താവൂ. അത് അപ്പോസ്തലനായാലും പ്രവാചകനായാലും ഇടയനായാലും ഉപദേശകനായാലും ഏത് വേലയാണ് നമ്മളെ തലയിൽ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആ ഒരു വേല മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ മറ്റൊരു വേലയെ നമ്മൾ ആ സമയത്ത് ഇറങ്ങി തിരിച്ചാൽ അതും കുളമാവും ഇതും കുളമാവും എന്ന് പറഞ്ഞുകൊണ്ട് ആതുര സേവനമോ ചാരിറ്റി ഒന്നും ചെയ്യേണ്ടതെന്നല്ല. അതൊക്കെ നല്ലതാണ്. അതൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. അങ്ങനെ പണം ഉണ്ടെങ്കിൽ ആ പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാരിറ്റിക്ക് കൊടുക്കണം. അല്ലാതെ ശുശ്രൂഷകനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി 2 പ്രവർത്തനം ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചാരിറ്റി മനുഷ്യൻ ചെയ്യണം. നമ്മളെ സഹോദരങ്ങളെ നമ്മൾ സഹായിക്കണം. മാനസിക രോഗികളായിട്ടുള്ള എത്രയോ പേരുണ്ട്. അവരെ ബോധമില്ലാത്ത ഓർമ്മയില്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ബുദ്ധിസ്ഥിരതയില്ലാത്ത അങ്ങനെയുള്ള അനേകരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കണം. അവർക്ക് ധനം കൊടുക്കണം. അവർക്ക് ചികിത്സ നൽകണം. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു ശുശ്രൂഷകനായിട്ടിരിക്കുന്നൊരു വ്യക്തി യാതൊരു കാരണവശാലും മറ്റൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത്. അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ക്ലാഷ് വരും. രണ്ടിലും കൂടെ ക്ലാഷ് വരും. ക്ലാഷ് വന്നിട്ട് ഒന്നുകിൽ രണ്ടും ഇല്ലാതാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതാവും. അതാപ്പോൾ ബിനു വാഴമുട്ടത്തിന് പറ്റി. അദ്ദേഹത്തിന് ശുശ്രൂഷ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ദൈവം വിളിച്ച് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങും. അപ്പം ദൈവത്തിൻ്റെ മുഖത്ത് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റൊന്നും നോക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ ഇത് തെറ്റാവാം. പക്ഷെ നമ്മൾ ആതുര സേവന രംഗത്തോ അല്ലെങ്കിൽ ചാരിറ്റിയോ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. അത് നമ്മളെ സഹോദരങ്ങളെ എല്ലാ രോഗങ്ങളും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. പ്രാർത്ഥിച്ചാൽ മാറുന്ന രോഗമുണ്ട്. ഈ രോഗം വരുന്നത് തന്നെ ബൈബിൾ പ്രകാരം പറഞ്ഞാൽ 3 രീതിയിലാണ്. 1 സാത്താനാൽ വരും, 2 നമ്മളെ ജീവിതശൈലി കൊണ്ട് വരും, 3 ദൈവത്താൽ വരും. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ മരുന്നും ചികിത്സകളും ഇതെല്ലാം ദൈവം മനുഷ്യന് ബുദ്ധി പകർന്നു കൊടുത്തിട്ട് ദൈവ അറിവ് പകർന്നു കൊടുത്തിട്ട് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം നമ്മളെ നന്മയ്ക്ക് വേണ്ടി തന്നെ. അല്ലാതെ സാത്താൻ ബുദ്ധി കൊടുത്തിട്ടോ സാത്താൻ പിന്നെ പണം കൊടുത്തിട്ടൊന്നുമല്ല ആരും മരുന്നുണ്ടാക്കുന്നതും മരുന്ന് കമ്പനി വളർന്നു വരുന്നതും. ഇതെല്ലാം ദൈവം തന്നെ ബുദ്ധിയും ജ്ഞാനവും കൊടുത്തിട്ട് തന്നെ. തിന്മയൊന്നും സാത്താനിൽ നിന്ന് വരത്തില്ല. തിന്മ എന്തെങ്കിലും സാത്താൻ ചെയ്യുന്നെങ്കിൽ അവനെ സാത്താൻ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. നന്മയെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദൈവമെന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നന്മ എന്തെങ്കിലും സാത്താനിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സാത്താനല്ല. അവനെ സാത്താൻ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. നന്മ ഒന്നും വരികയില്ല സാത്താനിൽ നിന്ന്. അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു രോഗം വന്നിട്ട് അതിന് ചികിത്സിച്ച് ആ രോഗം മാറുന്നുണ്ടെങ്കിൽ അത് അതിനുള്ള ഗുളിക കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാത്താൻ കൊടുത്ത ബുദ്ധിയോ ഐഡിയോ ഒന്നുമല്ല. അങ്ങനെ പഠിപ്പിക്കുന്നുള്ള ഏതെങ്കിലും ബന്ധക്കോസുകാരുണ്ടെങ്കിൽ അത് തെറ്റാ. അത് ദൈവം കൊടുത്തിട്ടുള്ള ജ്ഞാനം വെച്ച് അറിവ് വെച്ച് ദൈവിക ജ്ഞാനം വെച്ചാൽ മരുന്ന് കണ്ടുപിടിക്കുന്നതും മരുന്ന് കമ്പനികൾ വളരുന്നതും എല്ലാം ഈ സിസ്റ്റം മൊത്തവും നന്മയുടെ ഏതെല്ലാം സിസ്റ്റം ഉണ്ടോ അതെല്ലാം വളർന്നു വരുന്നത് ദൈവിക ജ്ഞാനത്താലാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില പ്രവർത്തികൾ നടക്കുമായിരിക്കും തിന്മയുടേതായിട്ടുള്ള. അത് വ്യക്തി അധിഷ്ഠിതമായിരിക്കും. ഓക്കെ.